അത്യന്താധുനിക ചിത്രരചന പോലെ തന്നെ അത്യന്താധുനിക കവിതകളും സാധാരണക്കാരിലേക്ക് ആഴ്ന്നിറങ്ങാനും സ്വാധീനിക്കാനും അല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പുതുതലമുറയിലെ കവിയും ജേർണലിസ്റ്റുമായി ബിനോയ് കൃഷ്ണൻ്റെ അമൂർത്തം എന്ന കവിതാ സമാഹാരം അതിമനോഹരവും ചിന്തിപ്പിക്കുന്നതുമാണ്. പേരറിയാമരം എന്ന കവിതയിലെ ഓരോ 4 വരികളിലും ഉറങ്ങിക്കിടക്കുന്ന കവിയുടെ ആഴമേറിയ ചിന്തകൾ നമ്മെ രസിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. സ്വന്തമെന്ന് പറയാൻ ഒരാകാശവുമില്ലാത്ത പക്ഷിക്ക് ഒരു വട്ടം വന്നിരിക്കാൻ ഒരു ചില്ല വേണം. ഇലകൾ നിലം തൊടും മുമ്പേ പറന്നെത്തും ഒരു വട്ടം വന്നിരിക്കാൻ ഒരു കുചില്ല. വെട്ടം കുറയുകയും ആൾക്കൂട്ടം കനക്കുകയും ചെയ്യുന്ന നേരത്ത് ഏതു മരത്തിലോ ഏത് ചില്ലയിലോ നിർത്തേണ്ടതെന്നറിയാതെ പറക്കുന്ന പക്ഷിയായി കവി ഉഴറുന്നതും കാണാം. നിർത്തേണ്ടതേതു മരത്തിലെന്നോർക്കാതെ നൃത്തം ചവിട്ടി പറക്കുകയാണു ഞാൻ എന്ന് പറയുന്ന കവിയുടെ സ്വാതന്ത്ര്യവാഞ്ച എങ്ങോട്ടെന്നറിയാതെ വടി തെളിക്കുന്ന വഴിയിലൂടെ താഴ്വര താണ്ടുന്ന ആട്ടിൻപറ്റങ്ങളെ നോക്കി പറയുന്നത് കേൾക്കൂ. ഒരൽപ്പം സ്വാർത്ഥതയോടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ആത്മഗതം ഇങ്ങനെയാണ്: എനിക്കാരും തെളിക്കുവാനില്ലാത്തതേ സുഖം. ഈ വരികൾ വളരെ രസകരമായി തോന്നി. കുടുംബത്തിൻ്റെയോ അയൽക്കാരൻ്റെയോ സുഹൃത്ത് വലയങ്ങളുടെയോ സമൂഹത്തിൻ്റെ ആകെയോ കഴുത്തു നീട്ടിയ നോട്ടങ്ങളും അതേൽപ്പിക്കുന്ന അസ്വസ്ഥതകളും സ്വന്തം സ്വാതന്ത്ര്യത്തിന്മേലുള്ള വിലങ്ങുകളായി ആർക്കും അനുഭവപ്പെടാം. കവി എന്തു പറയുന്നു എന്ന് നോക്കാം. എനിക്കാരും തെളിക്കുവാനില്ലാത്തതേ സുഖം. മറ്റൊരു സുഖത്തെ കൂടി കവി പറയുന്നു: കാത്തിരിപ്പേ സുഖം, കാണാം വൈകാതൊട്ടും. എത്ര മനോഹരമാണ് ഈ വരികൾ! അതിലൊളിഞ്ഞിരിക്കുന്ന സുഖമുള്ള വേദനയും കറകളഞ്ഞ വാഗ്ദാനവും. കിനാക്കളെ നിങ്ങൾ പിറവിയില്ലാത്ത കരുക്കളാവതേ കരളിനുത്സവം എന്ന മറ്റൊരു കവിവാക്യം കൂടി ഓർമ്മയിൽ വരികയാണ്. പിന്നെയും പിന്നെയും നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു എനിക്ക് വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കുന്ന ആളിനെ തേടിയുള്ള യാത്ര. നീ ഉറങ്ങാതെ ഇരിക്കുന്നതാണെൻ്റെ വേഗം, ദൂരം അതെത്രയുണ്ടെന്നാലും. ഒടുവിലൊരു പ്രതിജ്ഞ പോലെ ഇങ്ങനെ പറയുന്നു: നിൻ കൊമ്പിലേ ചിറകാറ്റാനിരുന്നിടൂ, ഞാൻ മാത്രം ഓർത്തിടും നീ തന്നെ നീ തന്നെ. എത്ര മനോഹരം! എപ്പോഴും വേഗതയും പുതുമയും തേടിപ്പോകുന്ന ആധുനിക തലമുറയിൽ ഒരു നടത്തത്തിനിടെ വെയിലേൽക്കാതെ മരത്തണലിൽ ഒരു മാത്രമേ ഒതുങ്ങി നിൽക്കുന്ന അനുഭവ സുഖം ബിനോയ് കൃഷ്ണൻ്റെ പേരറിയാമരം നമുക്ക് തരും.